ഗുഡ് മോർണിംഗ് യൂട്യൂബ്. ഇന്നത്തെ ഡെയിലി വ്ളോഗിലേക്ക് സ്വാഗതം. ഇപ്പോൾ ഞാൻ രാവിലെ ഒന്ന് നടക്കാൻ ഇറങ്ങാമെന്ന് വിചാരിച്ചു. കാരണം ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ഒരു പരിപാടി ഉള്ളതാണ്, ഇടയ്ക്കൊന്ന് നടക്കാൻ പോവും, അങ്ങനത്തെയൊക്കെയുള്ള പരിപാടി ഉള്ളതാണ്. ഞാനിപ്പോൾ നടക്കുന്ന സ്ഥലമെന്ന് പറയുന്നത് ജീലോങ് എന്ന് പറയും. വിക്ടോറിയയിൽ ജീലോങ് എന്ന് പറഞ്ഞ സ്ഥലത്താണ്. അതിൻ്റെ അവിടുത്തെ ബോട്ട് റാമ്പിലാണ്. ഇവിടെ ഈ കടലും ഇവിടെ ഇതൊരു ബേ ആണല്ലോ. ഇതിനെപ്പറ്റി പറഞ്ഞു കഴിഞ്ഞാൽ ഒരു തുരുത്ത് പോലെ കടലിൽ നിന്ന് വെള്ളം കയറി വരുന്ന ഒരു ബേ ആണിത്. ഇവിടെ വലിയ കടലും എന്താ പറയുക, വലിയ തിരമാലകളും ഒന്നുള്ള സ്ഥലമല്ല. ഇൻസൈഡ് ഒരു നൂക്ക് പോലെ കിടക്കുന്ന, ഒരു റാ പോലെ കിടക്കുന്ന സ്ഥലത്തിനുള്ളിലുള്ള ഇതാണ്, ഒരു ബേ ആണിത്. അപ്പോൾ ഈ കടലെന്ന് പറയുന്നത് എനിക്കൊത്തിരി താല്പര്യവും ഇഷ്ടമുള്ള ഒരു സംഭവമാണ്. ഞങ്ങൾ ഫിഷിങ്ങിനൊക്കെ വരുന്ന ഒരു സ്ഥലമാണിത്. അപ്പോൾ രാവിലെ ഞാൻ ഓർത്തൊന്ന് ഇവിടെ ഒന്ന് നടക്കാൻ വരാമെന്ന് വിചാരിച്ചു. ഞങ്ങൾക്കിവിടെ വിൻ്റർ തുടങ്ങി. ഓസ്ട്രേലിയയിലെ വിൻ്റർ കാലഘട്ടം എന്ന് പറയുന്നത് ഏകദേശം ജൂൺ തൊട്ട് ജൂലൈ ഓഗസ്റ്റിൻ്റെ എൻഡ് വരെ നല്ല തണുപ്പായിരിക്കും. അപ്പോൾ വിൻ്റർ തുടങ്ങിയതിൻ്റെതായ ഗുണവും ദോഷവും ഉണ്ട്. നല്ല തണുപ്പാണ് കേട്ടോ രാവിലെ. അതിൻ്റെ കൂടെ കാറ്റും കൂടെ ഉണ്ട്. ഇത് വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു സ്ഥലമാണ്. കടലെന്ന് തീർച്ച പറയാൻ പറ്റില്ല, ബേ ആണ്. അപ്പോൾ പോർട്ട് ഫിലിപ്പ് ബേ എന്നാണ് ഇത് അറിയപ്പെടുന്നത്. നല്ല ഒരു ആംബിയൻസ് ഉള്ള സ്ഥലമാണിത്. എനിക്ക് വളരെ ഇഷ്ടമുള്ള ഒരു സ്ഥലമാണിത്. ഇവിടെയൊക്കെ വന്ന് മണിക്കൂറുകൾ ഇരുന്നാലും സമയം പോകുന്ന അറിയത്തില്ല. നിങ്ങൾ ദൂരെ കാണുന്നതാണ് ജീലോങ് സിറ്റി. ഒരു ഫെറസ് വീലൊക്കെ കാണുന്നുണ്ടല്ലോ, അത് ജീലോങ്ങിൻ്റെ പ്രത്യേകതയാണ്. എല്ലാ വർഷവും ഇവർ ഏതാണ്ട് മെയിൻ്റനൻസ് എന്നുള്ള രീതിയിൽ കുറച്ച് നാളിത് അടച്ചിടും. അന്നേരം ഈ സാധനം അഴിച്ചുകൊണ്ട് പോകും, പിന്നെ ഫുൾ മെയിൻറ്റെയിൻ ചെയ്ത് പിന്നെ തിരിച്ചു കൊണ്ടുവരും. അങ്ങനെ ഒരു പരിപാടിയാണ് ഇവിടെ ഉള്ളത്. ഇന്ന് ഞാൻ പറഞ്ഞല്ലോ നല്ല തണുപ്പാണെന്നേ. ഇത്രയും തണുപ്പുണ്ടാകുമെന്ന് ഞാൻ പ്രതീക്ഷിച്ചില്ല. കാറ്റുകൂടെ ഉള്ളതുകൊണ്ട്. ഈ കഴിഞ്ഞ ദിവസങ്ങളൊക്കെ നല്ല കാറ്റായിരുന്നു. അപ്പോൾ കാറ്റിൻ്റെ ഒരു പ്രശ്നം സത്യം പറഞ്ഞു കഴിഞ്ഞാൽ നന്നായിട്ടുണ്ട്. കാറ്റും തണുപ്പും കൂടെ വരുന്നത് ഒരു വല്ലാത്ത ഡെഡ്ലി കോമ്പിനേഷനാണ്. ഭയങ്കര ബുദ്ധിമുട്ടാണ്. നമ്മൾ ചില സമയത്ത് അറിയത്തില്ലേ, എവിടെയെങ്കിലും പെട്ടുപോയി ജാക്കറ്റും ഇല്ലാതെ ഒക്കെ പെട്ടുപോകുന്ന അവസരങ്ങളുണ്ടല്ലോ. അപ്പോൾ അന്ന് പറഞ്ഞ ഒരു സിറ്റുവേഷനാണ്. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഒരു 3 ലെയർ ജാക്കറ്റ് ഇപ്പോൾ ഓൾറെഡി ഉണ്ട്. ഇത് അകത്തൊരു ജാക്കറ്റുണ്ട്, വെളിയിലൊരു ജാക്കറ്റുണ്ട്, അകത്തൊരു ഉടുപ്പുണ്ട്. എന്നിരിക്കലും തണുപ്പിനൊന്നും ഒരു മര്യാദയില്ലെന്ന്. പക്ഷേ വളരെ മനോഹരമാണ് കേട്ടോ. ഇവിടുത്തെ നടപ്പെന്ന് പറയുന്നത് വളരെ മനോഹരമാണ്. കണ്ടോ, ഇന്ന് മനോഹരമായിട്ട് അവർ കാര്യങ്ങൾ ഒരുക്കിയിട്ടിരിക്കുന്നുണ്ടോ. ഒന്നുമില്ല, ഇതൊക്കെ ശരിക്കും പറഞ്ഞാൽ റിക്രിയേഷണൽ പരിപാടിക്ക് വേണ്ടിയിട്ടാണ്. അല്ലാതെ ഇവിടുന്ന് ബോട്ടേ കയറി ആൾക്കാർ മെൽബണൊന്നും പോകാറില്ല. ഈ ബോട്ടുകളെന്നൊക്കെ പറയുന്നത് ആൾക്കാരുടെ ഹോബി പരിപാടികളാണ്. അതിന് വേണ്ടിയിട്ട് ഒരു കടൽക്കരയൊക്കെ ഇത്രയും ഭംഗിയായിട്ട് ഒരുക്കിയിടുക എന്ന് പറഞ്ഞാൽ അതിനുവേണ്ടി ഇത്രയും ലക്ഷങ്ങൾ രൂപ മുടക്കി ഇത് ചെയ്യാന്ന് പറഞ്ഞാൽ ഒരു വലിയ സംഭവം തന്നെയാണ്. ആൾക്കാർക്ക് ഫിഷിങ്ങിന് പോകാനായി ബോട്ടിറക്കാനായിട്ടുള്ള പരിപാടിയാണ്. കണ്ടോ എന്ത് വൃത്തിയായിട്ടാണ് അവർ ചെയ്തിട്ടേക്കുന്നതെന്നൊക്കെ. അതോ ഇവിടുത്തെ നിലത്തൊക്കെ ആണെങ്കിലും നിങ്ങൾ നോക്കുകയാണെങ്കിൽ കാണാം, ഒറ്റ കടലാസോ കഷണമോ വൃത്തികേടോ ഒന്നുമില്ല. അതൊരു കൺസ്ട്രക്ഷൻ ഏരിയയാണ്. ആ ബോട്ട് റാമ്പ് ഞാൻ കുറച്ച് മുമ്പേ കാണിച്ചത് ഒരു കൺസ്ട്രക്ഷൻ ഏരിയ ആണല്ലോ. അപ്പോൾ അവിടെ ഒന്നും ചുമ്മാ തല്ലിപ്പൊളിച്ച് സാധനങ്ങൾ ഇട്ടിട്ടില്ല. അങ്ങനെ ഒരു വൃത്തികേടെന്ന് പറഞ്ഞൊരു സാധനം നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റത്തില്ല. ഇതൊക്കെ ശരിയായിട്ട് പറഞ്ഞാൽ ഇവിടുത്തെ കുട്ടികളെ തൊട്ട് പഠിപ്പിച്ചുകൊണ്ട് വരുന്ന ഒരു സംഭവമാണിത്. ചെറുപ്പത്തിലേ തൊട്ട് ആൾക്കാർ ചെയ്തു വരുന്ന ഒരു കാര്യമാണ് ഇതൊക്കെ. ഓരോരുത്തരൊക്കെ നടക്കാൻ പോകുന്നവരൊക്കെ രാവിലെ പോകുന്നവരൊക്കെ ഇറങ്ങിയിട്ടുണ്ട്. തണുത്ത് വിറച്ച് പണ്ടാരടങ്ങി കേട്ടോ. നല്ല തണുപ്പ്. ആൾക്കാർ അവർക്ക് തന്നെ വട്ടാണെന്ന് വിചാരിക്കും ഇത്ര രാവിലെ നടക്കാൻ പോകുന്നത്. പക്ഷേ നല്ലൊരു ഫീലിംഗ് ആണ് കേട്ടോ. ഇന്നത്തെ ദിവസം സൂപ്പറായിരിക്കും. അതാണ് അതിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത്. നമ്മൾ രാവിലെ എഴുന്നേറ്റൊന്ന് നടക്കാനൊക്കെ പോയി ഫ്രഷ് എയറൊക്കെ എടുത്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ അത്യാവശ്യം എൻ്റെ അനുഭവത്തിൽ എല്ലാം നല്ലൊരു ഫീലിംഗ് ആണ്. അന്നത്തെ ഒരു ദിവസത്തിനുള്ള ഒരു എനർജി നമുക്കതിൽ നിന്ന് കിട്ടും. അതാണ്. അപ്പോൾ ഇതിൻ്റെ അടുത്ത 2 പിയറുകളാണ് ഇവിടെ ഉള്ളത്. അതിൻ്റെ ഇപ്പുറത്തെ സ്ഥലത്തെ പിയറിൻ്റെ ഭാഗത്താണ് ഞാനിപ്പോൾ നിൽക്കുന്നത്. നിങ്ങളെ ഒരു കാര്യം കാണിക്കും. വേണ്ട, ഇവിടെ നല്ല തിരമാലയാണ്.
തിരമാല എന്ന് പറഞ്ഞാൽ അങ്ങനെ വലിയ അടിച്ചു വരുന്ന തിരമാലയല്ല, എന്നാലും തിര അറിയാം അവിടെ. അതേസമയം ഈ കല്ലിൻ്റെ ഇപ്പുറം കണ്ടോ, തിര ഒട്ടുമില്ല, അനക്കം പോലും ഇല്ല. എന്തിനാ ഇങ്ങനെ ചെയ്ത് വെച്ചിരിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ ബോട്ടുകാരൊക്കെ വരുമ്പോഴത്തേന് അവർക്ക് തിരയുണ്ടെങ്കിൽ തിരയിൽ ബോട്ട് ഇറക്കാനായിട്ടുള്ള ബുദ്ധിമുട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് നേരെ അവിടെ കൊണ്ട് ഇറക്കാനും അനക്കമില്ലാതെ ഇറക്കാൻ പറ്റും. ഇതൊക്കെ എന്ത് പ്ലാനിങ്ങിലാണ് അവർ ചെയ്തേക്കുന്നത്? എന്തിനാണ് ഇത്? വെറും ഹോബിയിസ്റ്റുകൾക്ക് വേറിട്ടുള്ളതാണ്. അതായത് വെറുതെ ബോട്ടെന്ന് പറയുന്നത്, ഇവിടുന്ന് ആരെയും ബോട്ട് ട്രിപ്പില്ല, ഇവിടുന്ന് മെൽബൺ ആരും വണ്ടിക്ക് പോകാറില്ല, റോഡുകളെ പോലെ ഒട്ടും ആവശ്യമില്ലാത്തൊരു സംഭവമാണിത്, ഒരു പ്രയോജനമില്ലാത്ത കാര്യമാണ്. ഇതുകൊണ്ട് ഇവിടെ ടൂറിസത്തിൻ്റെ പ്രശ്നങ്ങളൊന്നും ഉണ്ടാകുന്നില്ല. അതായത് ടൂറിസത്തിൻ്റേതായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഒരു കാര്യം ഇവിടെ നടക്കുന്നില്ല. അങ്ങനെ ഇതിൻ്റെ ഒരാവശ്യമോ ഉള്ളതല്ല. എന്തിനാണോ ഇത്ര ലക്ഷക്കണക്കിന് പൈസ മുടക്കി ഇവരിത് ചെയ്തിരിക്കുന്നത്? പ്ലാനിങ് ഇതാണ്. ഒരു സ്ഥലം ബ്യൂട്ടിഫുള്ളായി എങ്ങനെ കീപ്പ് ചെയ്യാം, അതിൻ്റെ ആവശ്യകത എന്ന് പറയുന്നത് ഇവർ വളരെ വർഷങ്ങൾക്ക് മുമ്പേ ഇത് ചിന്തിക്കുന്നു എന്നുള്ളതാണ് ഇതിൻ്റെ അകത്ത് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഞാൻ നേരത്തെ വന്ന ഭാഗം അതാണ്. എന്നിട്ട് അവിടെ നിന്ന് ഇങ്ങനെ കറങ്ങി അങ്ങനെ പോയി ഞാൻ ഇപ്പോൾ നടന്ന ഫ്ലോട്ടിംഗ് ഡോക്കൊക്കെ അതാണ്. അവിടെ നിന്ന് അതിൻ്റെ ഇപ്പുറത്താണ് ഇന്ന് ഞാൻ നിൽക്കുന്നത്. ഒരു റാ പോലെ ഇതിനെ ചെയ്തു വെച്ചിരിക്കുകയാണ്. ഈ കണ്ടോ, തിരയൊക്കെ വരുന്നത് നേരെ ആംഗിൾ മാറി ഈ അകത്തോട്ട് ആ തിര കയറത്തേ ഇല്ല. ഏത് സൈഡിൽ നിന്ന് തിരയടിച്ചാലും ആംഗിൾ മാറിക്കിടക്കുക. ആ ഒരു പാറക്കഷ്ണം കണ്ടോ, ഒരു പാറയാണത് കേട്ടോ. ഒത്തിരി കാലം ഞാൻ വിചാരിച്ചിരുന്നത് അത് ഏതോ ഒരു ബോട്ട് കമന്ന് കിടക്കുകയാണെന്ന്. ഞങ്ങളിവിടെ വന്നിട്ട് ഏകദേശം 15 വർഷത്തിന് മുകളിലായി. അപ്പോൾ എൻ്റെ വിചാരം വന്ന സമയങ്ങളിലൊക്കെ ഇത് ഏതൊരു ബോട്ട് കമന്ന് കിടക്കുകയാണെന്നാണ് ഞാൻ വിചാരിച്ചിരുന്നത്. കാരണം ഇത് വെള്ളം പൊങ്ങിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിൻ്റെ മുകൾവശം മാത്രമേ കാണത്തുള്ളൂ. അതിൽ ഏതാണ്ട് വട്ടത്തിലൊരു പ്ലേറ്റ് പോലെയൊക്കെ ഇരിപ്പുണ്ട്. ഞാൻ വിചാരിച്ചിരുന്നത് ഏതോ ബോട്ട് കമന്ന് കിടക്കുകയാണ്. അപ്പോൾ അത് അവർ അങ്ങനെ തന്നെ കീപ്പ് ചെയ്തിരിക്കും. കാരണം ഇവരുടെ കാര്യമായിട്ട് പറയാൻ പറ്റത്തില്ല, അങ്ങനത്തെ പണിയൊക്കെ ഇവർ കാണിക്കും. അതൊരു പാറക്കഷ്ണമാണ് കേട്ടോ. അതായത് പൊട്ടിച്ചിട്ട് പോലുമില്ല. നമ്മുടെ നാട്ടിലൊക്കെ ആണെങ്കിൽ ഇങ്ങനെ എന്തെങ്കിലും വന്നാൽ നേരെ അത് തല്ലി പൊട്ടിക്കത്തില്ലേ. അതോ ഇനി ഈ തിര അടിച്ച് ഇങ്ങനെ നേരെ കയറാതിരിക്കാൻ ഉണ്ടാക്കിയിരിക്കുന്ന ബാരിയറാണോന്നും എനിക്കറിയില്ല. കണ്ടു കഴിഞ്ഞാൽ ഒരു പാറ പോലെ തോന്നുന്നുണ്ട്, അല്ലേ ഒരു സിമെൻറ്റിൻ്റെ ഒരു ഇതുപോലെ തോന്നുന്നുണ്ട്. എന്താണെന്ന് അതിനെപ്പറ്റി ഒന്ന് നിങ്ങൾക്കറിയാമെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യുക. അങ്ങ് ദൂരെയാണ് കാണുന്നത് ഷെല്ലിൻ്റെ റിഫൈനറിയാണ്. ഈ വിദേശ രാജ്യങ്ങളിൽ നിന്ന്, ഈ ഗൾഫിൽ നിന്നൊക്കെ ക്രൂഡ് ഓയിലായിട്ടാണ് വരുന്നതെന്നറിയാമല്ലോ. അപ്പോൾ 1,20,000 ബാരലുകൾ ഡെയിലി പ്രോസസ്സ് ചെയ്യാനുള്ള കപ്പാസിറ്റി ഉള്ള സ്ഥലമാണത്. എന്തെങ്കിലും ഒരു സമയം കിട്ടുകയാണെങ്കിൽ ഞാൻ എപ്പോഴെങ്കിലും അതിലേ നടക്കാൻ പോകുമ്പോൾ, അവിടെ നടക്കാൻ പറ്റുന്ന സ്ഥലങ്ങളുണ്ട്, ഞാൻ അവിടെ പോയി നിങ്ങളെ കാണിച്ചു തരാം. നെക്സ്റ്റ് ടൈം ഏതെങ്കിലും ഒരു വീഡിയോയിൽ നിങ്ങൾക്ക് അത് പ്രതീക്ഷിക്കാം. അപ്പോൾ എൻ്റെ കൂടെ എൻ്റെ ഒരു ഫ്രണ്ട് ഉണ്ടായിരുന്നു. ആ ഫ്രണ്ടിൻ്റെ ഫാദർ അവിടെ വർക്ക് ചെയ്യുന്നുണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് പുള്ളിക്കാരൻ പറഞ്ഞുള്ള അറിവാണ് എനിക്കിത്. അതായത് ഈ നാച്ചുറൽ ഗ്യാസും പെട്രോളും ഡീസലും ടാറും ഒക്കെ വേർതിരിച്ചെടുക്കുന്ന സ്ഥലമാണത്. ഓസ്ട്രേലിയയിൽ എത്ര ഇതുപോലത്തെ റിഫൈനറി ഉണ്ടെന്ന് എനിക്കറിയില്ല. എന്നാലും ഇത് വളരെ പ്രമുഖമായ ഒരെണ്ണമാണ്. 1950കളിൽ എങ്ങാണ്ട് തുടങ്ങിയതാണിത്. ഇങ്ങോട്ടെ ശക്തമായിട്ടും ഫുൾ ഫ്ലെഡ്ജ് ആയിട്ടും വർക്ക് ചെയ്തുകൊണ്ട് പോകുന്ന ഒരു സംഭവമാണ്. ഗീലോങ്ങിൻ്റെ ഒരു മുഖമുദ്രയാണ് കേട്ടോ. ഇതാണ് ഞങ്ങളുടെ ഗീലോങ് ടൗൺ. ഗീലോങ് ടൗണിൻ്റെ ഐക്കോണാണ് ആ കാണുന്ന ഫെറസ് വീല്, അല്ലെങ്കിൽ ജയൻറ്റ് വീല് എന്നൊക്കെ നമ്മൾ പറയുന്നത്. ഈ ജയൻറ്റ് വീല് എല്ലാ വർഷവും മെയിൻ്റനൻസിന് അവർ അയച്ചെടുക്കും. അല്ലാത്ത സമയങ്ങളിൽ ഇത് ഫുള്ള് ടോട്ടലി ഓണാണ്. നമുക്ക് വൈകുന്നേരങ്ങളിലൊക്കെ വന്നു കഴിഞ്ഞാൽ ചുമ്മാ അതിൻ്റെ മുകളിൽ കയറാം. വലിയ പൈസയൊന്നുമില്ല, $6-7 കണ്ടേ ഉള്ളൂ. ഞാൻ പിള്ളേരെ കൊണ്ടൊക്കെ വന്ന് ഇടയ്ക്ക് കയറുന്നതാണ്. ഇത് ഭയങ്കര സംഭവമൊന്നുമല്ല, നമ്മുടെ ഒക്കെ ഈ ഉത്സവങ്ങളിലൊക്കെ കാണുന്നതിൻ്റെ ഒരു 5 ഇരട്ടി വലിപ്പമുള്ളൊരു സംഭവം എന്ന് മാത്രമേ ഉള്ളൂ. ഗീലോങ്ങിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ വലിയ ബിൽഡിങ്ങുകളൊന്നുമില്ല. പിന്നെ ഈ പറഞ്ഞ പോലെ ഭയങ്കര ഈ നേച്ചർ ഫ്രണ്ട്ലി ആയിട്ട് ബിൽഡ് ചെയ്തിരിക്കുന്ന സ്ഥലമാണ്. ഞാൻ പറഞ്ഞില്ലേ, ഈ വിളക്കുകാലുകളൊന്നും ഇതുവരെ ഇവിടെ ഇല്ലായിരുന്നു. ഒരു 6 മാസം മുമ്പ് എങ്ങാണ്ട് ചെയ്തതാണ്. ഇപ്പം എല്ലായിടത്തും വിളക്കുകാലുകളുണ്ട്. കാരണം ബോട്ടുകാർക്കൊക്കെ ദൂരെ നിന്ന് വന്നു കഴിയുമ്പോൾ രാത്രിയിലൊക്കെ വന്നു കഴിഞ്ഞാൽ ചിലപ്പം കാണണമെന്നില്ല. അതാണ് അതിൻ്റെ കാര്യം. ആ ദൂരെ കാണുന്നത് ടോയ്ലറ്റാണ്. ടോയ്ലറ്റും എല്ലാ സൗകര്യവും എല്ലാം ഇതുപോലുള്ള ചെറിയ കാര്യങ്ങൾ അവരുണ്ടാക്കി വെച്ചിട്ടുണ്ട്. അതിനടുത്ത് 2 പേര് നിൽക്കുന്ന ഒരു വണ്ടി ഇട്ട് നിൽക്കുന്ന സ്ഥലം എന്ന് പറയുന്നത് ഈ ക്ലീനിങ് സ്റ്റേഷനാണ്. അത് പിടിച്ചുകൊണ്ട് വരുന്ന മീനുകൾ ക്ലീൻ ചെയ്യാനുള്ള സ്ഥലമാണത്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ്. എൻ്റെ ഒരു ചെറിയ നടപ്പും പരിപാടിയൊക്കെ കഴിഞ്ഞു. ഇനിയിപ്പോൾ നേരെ വീട്ടിൽ പോകണം. അത്യാവശ്യം രാവിലെ ചില പരിപാടികളുണ്ട്. ഇവിടെ ഞായറാഴ്ച രാവിലെ എന്ന് പറഞ്ഞില്ല,
അപ്പോൾ അതിൻ്റെ പരിപാടിയൊക്കെ ആയിട്ട് നീങ്ങണം. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. അപ്പോൾ നാളെ വേറെ ഒരു വീഡിയോ ആയിട്ട് ഞാൻ വരാം. അതുവരെ സന്തോഷമായിരിക്കുക, ആരോഗ്യമായിരിക്കുക. വിൽ സീ യു ഓൺ ദ നെക്സ്റ്റ് വൺ.